ഒമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും, മഹാരഥന്മാരുടെ സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് സിയാദുൽ ഖൗഫി മിനല്ലാഹി തആല, അള്ളാഹുവിന്റെ ഭാഗത്ത് കുറിച്ചുള്ള പേടി കൂടുതലാക്കല്. കുല്ലമാ അഹ്സന ഇലൈഹിം, ആ റബ്ബിലേക്ക് അവർ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാന്റെ ഭാഗത്ത് ഭയങ്കര പേടിയാണ് അവർക്ക്. ആ പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു സ്വഭാവമാണ്. അപ്പോൾ ഖുർബിഹിം ഇലാ ഹദ്റത്തിഹി, അള്ളാഹു തആലയുടെ ഹദ്റത്തിലേക്കുള്ള ഒരു അടുപ്പം അതും അവർ കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. കമാലി അഹ്ലു മുജാലസത്തിൽ മുലൂക്കി, രാജാക്കന്മാരുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയാണല്ലോ, അതിന്റെ മേലുള്ളതുപോലെയാണ് രാജാവായ അള്ളാന്റെ മുന്നിലേക്ക് അടിയങ്ങളായ നമ്മൾ എത്തിച്ചേരണം, അടുക്കണം. അതും കൂടുതൽ കൊണ്ടുവരുന്നവരാണ് അവർ. അള്ളാഹ്ക്ക് ഇതിനേക്കാളും വലുത് അല്ലാഹ്. അപ്പൊ ഒരില്ലാഹിൽ മസല്ലാഹില, അള്ളാഹു തആലാക്ക് ഉയർന്നതായിരിക്കുന്ന മസലുണ്ട്, ഉദാഹരണമുണ്ട്. അപ്പൊ അതിനേക്കാളും മുന്തിയ രാജാവ് അല്ല തന്നെ. അപ്പൊ അള്ളാഹുവിലേക്കാണ് എടുക്കേണ്ടത്. വഖദ് ഖാൽ ഹസൻ ബസരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, ലഖദ് അദ്റകന നാസ വഅഹദുഹും കുല്ലമാ സദാദ നിഅമതൻ മിനല്ലാഹി വഖുർബൻ ഇസ്ദാദ ഖൗഫാൻ. ഞങ്ങൾ പണ്ഡിതന്മാർ ഈ പറയുന്ന മഹാനവന്മാരെ കെട്ടിച്ചു. അതിലൊരാള് നിഅമത്ത് ഇങ്ങനെ അള്ളാഹുവിന്റെ ഭാഗത്ത് കൂടി വരുമ്പോ, അള്ളാഹുവിലേക്കുള്ള അടുപ്പം കൂട്ടിക്കൊണ്ടുവരുമ്പോ അദ്ദേഹം എന്താവുന്നു, പേടിയെ കൂട്ടുന്നു. പേടിയെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പേടി ഇങ്ങനെ കൊടുമയാവുകയാണ്. നിഅമത്താലും അടുപ്പത്താലും അള്ളാഹു തആലക്ക് കൂടി ഇയാൾ വരുമ്പോ പേടി ഇയാൾ കൂടി വരുന്നുണ്ട്. അപ്പൊ കാന സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാനവറുകൾ പറയുന്നു, യക്ഫിൽ ആമത്തു വൽ ഖൗഫി, ഖൗഫ് ആമത്തിന് മതിയാ, പൊതുവുള്ളവർക്ക് മതി. ഖൗഫി പേടിയിലൊന്ന്, ഐ എന്തഹു അമ്മാനാഹും അല്ലാഹു തആല അൻഹും, അള്ള തടഞ്ഞതിനെ തൊട്ട് അവരറ്റമായാൽ മതി. അത് ചെയ്യണ്ട, എന്നാ തന്നെ പേടി ഇന്നലെ ആമത്ത് മതിയാകും, പൊതുവുള്ള ആൾക്കാർക്ക് മതി, ആ പേടി മതി. ഉമ്മയപ്പോലും പിന്നീട് മഹാൻ പറയേ, ഞാനെത്തിനി കുറ്റുമില്ല, ആ കൂട്ടത്തിൽ ഞാനും ആയിരത്തിനാണ്. സുഫിയാൻ സൗരി മഹാനവരുടെ ആ വിനയമാണ്. അപ്പൊ കാന ഹമ്മാദ് ബിൻ സയ്യിദ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകളായിരുന്നു, ലാ യജ്ലിസു ദായിമൻ, ഒരിക്കലും ഇരിക്കൂല, ഇല്ലാ മുസ്തൗഫിസൻ അലാ ഖദമഹി, തന്റെ രണ്ട് ചെരുപ്പടിക്കാലിന്റെ മേലിൽ വിറച്ച് പൊട്ടിയവരെ പോലെ അല്ലാതിരിക്കാറില്ല. ഫൈദാ ഖില്ലഹു ബിദാലിക യഖൂൽ, ആ വിഷയത്തിൽ എന്താ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നമാ യജ്ലിസു മുത്മഇന്നൻ മിൻ അംനി മിൻ അദാബില്ലാഹ്, അതല്ല അല്ലാഹു തആലയുടെ ശിക്ഷയെ തൊട്ട് നിർഭയത്വം മാറി കിട്ടിയോ, ആ നിർഭയത്വമുള്ളവരെന്ന് എന്താണ് അടങ്ങി ഒതുങ്ങിയിരിക്കുക. വഅന വല്ലാഹി വയറു ആമിനു മിൻ ലൈലിൻ ഔ നഹാർ, രാവിലെ പകലിലായിക്കൊണ്ട്, മിൻ അൻ തനസ്സല അലാ നാരി, അതെന്താണ് മിഅൻ, അതെന്താന്ന് വെച്ചാ മിഅൻ തൻസില അലാ നാരി, തൻസില അലയ്യ നാറുന്ന, എന്റെ മേൽ ഇറങ്ങി വരിക ആകാശലോകത്ത് തീയെ, എന്നിട്ട് എന്നെ തൊഹിരിക്കിനി, അതെന്നെ കരിച്ചു കളയും. അതാണ് എന്റെ പേടി. രാവിലെ പകലും പേടിയാ, അതിനത്തോട് നിർഭയത്വമില്ലാത്തവരെ ഞാൻ. അതാണ് അടങ്ങി ഒതുക്കി നിൽക്കുന്ന സാന്ത്വന, അത് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടില്ലാത്തവരാണ്. ഫക്കാന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയുന്നു, ലഖദ് റഹിമല്ലാഹു തആല അൽ ഖൽഖ, സൃഷ്ടികൾക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തു, ബിൽ ഗഫലത്തി ഫി ബഅദിൽ ഔഖാത്തി, ചില സന്ദർഭങ്ങളിൽ അശ്രദ്ധ എന്നതുകൊണ്ട് തന്നെ അള്ളാഹു കഴിച്ചു. വലൗലാ ദാലിക, ആ അശ്രദ്ധ എന്ന് പറയുന്ന സംഗതി ഇല്ലെങ്കിൽ ലമാതു മിൻ ഖശിയത്തില്ലാഹി തആല, അള്ളാഹിനെ പേടിച്ച് കുറച്ചവർ മരിച്ചു പോകുമായിരുന്നു. അപ്പൊ കുറച്ചുകൂടെ ജീവിക്കുന്നത് ഒരു അശ്രദ്ധ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഫക്കാന അത്താഉ സലമി റഹിമഹുല്ലാഹു തആല, മഹാൻ പറയുന്നു, ആയിരുന്നു, ഇതാ സാറത്ത് റീഹുൻ, കാറ്റുകൾ അടിച്ച വീശിയാൽ, ഇളകിയാൽ, യസ്യൂർ യഖുമു വയഖുറു, ഉപരി നടക്കും ഇരിക്കും, വയഖുറുജു വയദ്ഖുലു, പുറത്തു പോകും വരും, വയഖുദു ബി ജിദ്ദത്തി ബത്നിഹി, തന്റെ സ്വന്തമായത് തൊലികൾ കൊണ്ട് പിടിക്കും, കഅന്നഹു ഇംറാത്തുൻ അഖദഹ തൽഖു,
നൊമ്പല വേദന പിടികൂടിയ പെണ്ണിന്റെ മാതിരി തന്റെ വയറ്റത്തുള്ള ആ തോല് പിടിച്ചിങ്ങനെ നടക്കും. എല്ലാവരും വിചാരിക്കുക അസുഖക്കാരാണ് എന്നല്ലേ. ഇങ്ങനെയായിരുന്നവർ അള്ളാഹിനെ കൂടി ജീവിച്ചു നടത്തും. വക്കാന അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി യഖൂലു മഹാൻ പറയുന്നു, ഇദാ വലബ റജാ വൽ ഖൗഫ്, പേടിയേക്കാൾ ആഗ്രഹമാണ് മുന്തി വന്നതെങ്കിൽ ഫസദൽ ഖൽബ, അതെന്താണെന്ന് അറിയാമോ? കൽബിനെ അത് വസാദാക്കും. ഫസദൽ ഖൽബുനായി, കൽബെന്തായി? വസാദായി നടത്തും. സമാലികിൽ ഹംഖൽ അംസാല, നമ്മളെപ്പോലെ കൂട്ടത്തിൽ വിഡ്ഢികളായ ആൾക്കാർ അതിന് മേലുള്ളത് പോലെയാണ്. വഖദ് കാന ശുഐബി റഹിമഹുല്ലാഹു തആല യഖൂലു പറയാണ്, ഖീഫ് ഇലല്ലാഹി തആല, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പേടി, അത്തായത്തിയേക്കൽ അന്ന് നിർഭയത്വം നിനക്ക് വരുന്നത് വരെ അള്ളാഹുവിനെ തൊട്ട് പേടി ജീവിക്കുക. ഫഇന്നഹു അഹബ്ബയിലേക്ക മിൻ റജായിക, നിശ്ചയമായിട്ടും അഹബ്ബയിലേക്ക, നിന്നിലേക്ക് ഇഷ്ടം വെച്ച്, മിൻ റജായിക, ഈ ആ ഒരു വിഷയത്തിൽ നിനക്കെന്താണ് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളത് അത്തായീക്കൽ പേടി നിനക്ക് വരുന്നത് വരെ, അപ്പൊ അതിലുള്ളതായിരിക്കുന്ന പേടി വരുന്നത് വരെ ആ റജ ഉണ്ടായിക്കൊണ്ടിരിക്കണം, ഇഷ്ടം വെച്ചോന്ന്. ഇവിടൊക്കെ ആഖിറത്തെ ഓർത്തുകൊണ്ടാണ് ഈ പറഞ്ഞത്. വക്കാന അബൂ സുലൈമാൻ ദാറാനി റഹിമഹുല്ലാഹു തആല, മഹാൻ വീണ്ടും പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നീല അഖാഫു അൻ അകൂന അവ്വല മൻ യുസ്തബ അലാ വജ്ഹിഹി യൗമൽ ഖിയാമത്തി അന്നാർ, അന്ത്യനാളിൽ മുഖം കമഴ്ത്തി വലിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുവന്ന ആൾ ഞാനാവണം. അങ്ങനെ ആകുക എന്നുള്ള നിശ്ചയമാണ് ഞാൻ പറയുന്നു. അങ്ങനെ ആകാൻ ഞാൻ എന്താണ് ഭയപ്പെടുന്നു. വഖദ് ഗലബൽ ഖൗഫു അലാ സുഫിയാനി സൗരി റഹ്മത്തുള്ളാഹി, സുഫിയാനി സൗരി തങ്ങളുടെ ഹൃദയത്തിന്റെ മുകളിൽ പേടിയുണ്ടല്ലോ, ആ പേടിയിൽ വിജയിച്ചു വന്നു. താസ്വാറ യബൂലു മൂത്രത്തെ അയാൾ മൂത്രയിക്കുന്നു വരെ. അങ്ങനെ അവരെല്ലാവരും അദ്ദേഹത്തിന് അടുത്ത് വന്നു. ഈ തൊബീബിൻ ഡോക്ടറും ജൂതനായ ഒരു ഡോക്ടറും കൂട്ടിയിട്ട് കൊണ്ടുവന്നു. പലമ്മ ഹസ്സബത്തിനവും, എന്നിട്ട് മഹാൻ അവരോട് എന്താണ് ഇവിടെ വന്ന് മാറ്റുന്നത് തടവി. ഇവിടെ കാല അയാൾ പറയുന്നു, ഞാൻ വിചാരിക്കുന്നില്ല ഇത് അനഫിയാക്കളിൽ ഇതുപോലുള്ള ആളുകളെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഫസാർ യഹൂദിയോ, അങ്ങനെ ജൂതനായി യബിക്ക് കരഞ്ഞുകൊണ്ടിരുന്നു. പോലെ പറയുന്നുമുണ്ട്, ഇന്നഹാദ റജുല, നിശ്ചയമായിട്ടും റജുല് അത് ഖത്താൽ ഖൗഫ മിനല്ലാഹി തആല, അല്ലാഹു തആലാന്റെ കുറിച്ചുള്ള പേടി, ഖത്താൽ ഖൗഫ് പേടി മുറിച്ചു, കബദു അയാളെ കരളിനെ മുറിച്ച് കളഞ്ഞു. അത്രത്തോളം ഇബാദത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. വലൈസല്ലി ഫീഹി ഹീലത്തുൻ, ഇനി അങ്ങ് അദ്ദേഹത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, വലൈസല്ലി എനിക്കതിലില്ല ഹീലത്തിന്റെ കുതന്ത്രമില്ലാതെ, ഒരു കുതന്ത്രമില്ലാത്ത വിധം ഇങ്ങനെയായിരുന്നു ജീവിച്ചത്. വക്കാന അതാഹു സലമി റഹ്മത്തുള്ളാഹി തആല യഖൂലു, മഹദി പറയുന്നു, അല്ല മഹാൻ പറയാണ്, ലഖദ് ഉഖിദത്ത് നാറുൻ, തീയെങ്ങാനും കത്തിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, വഖീല അങ്ങനെ പറയപ്പെട്ടു, കുല്ലുമൻ അൽഖാ നഫ്സഹു ഫീഹാ ഫഅലാ ശൈഅ, സ്വന്തം ശരീരത്തെ നരകത്തിലേക്ക് കൊണ്ടുവിടുന്ന ആരും അവർ യഥാർത്ഥ വസ്തുവൊന്നുമല്ല. വലം യദ്ഖുലു നാറൽ കുബ്റ, വലിയ തീ കൊണ്ട് പ്രവേശിക്കൂല എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ആ ജൂത ഡോക്ടർ പറഞ്ഞത്. ഇവർ കരഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ മഹാനവറികൾ പേടിച്ച് കരൾ വരെ മുറിഞ്ഞുപോയി. ഒക്കാന അതാവുൽ സലമി റഹിമഹുല്ലാഹു തആല യഖൂലു, മഹാൻ പറയാണ്, ലൗ ഉഖിദത്ത് നാറുൻ, ഒരു തീയെങ്ങാനും കത്തിക്കപ്പെടുകയാണെങ്കിൽ, വക്കീല പറയപ്പെട്ടു, കുല്ലുമൻ അൽഖാ നഫ്സഹു ഫീഹാ സ്വാറ ലാ ശൈഅ, ഏതൊരു മനുഷ്യനും അവന്റെ ശരീരം അതിൽ കൊണ്ടുപോയിട്ട് എല്ലാവരും സ്വാറ ആയി ലാ ശൈഅ, ഒരു വസ്തു അല്ലാതെയായി.
വലം യദ്ഖുലുൻ നാറുൽ കുബ്ര, അത്തരത്തിൽ അവൻ വലിയ നരകത്ത് കടന്നിട്ടില്ല. എന്നാൽ അൽഖൈതു നഫ്സി ഫീഹ, എന്നാൽ ഞാൻ കൊണ്ടിട്ട് നരകത്ത് കൊണ്ടിട്ട് പിന്നെ കയറി പോകുന്നവൻ. ഒക്കാന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാം, ലൗ ഔഖഫൂനി ബൈന ജന്നത്തി വന്നാർ, നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇവിടെ എന്നെ നിർത്തിയവർ, അപ്പൊ ഖയ്യറൂനി, എനിക്കിഷ്ടം തന്നു, ബൈനാൻ അസ്മിറ റുമാദ, വെണ്ണീറായി ഞാൻ ശ്രമിക്കും, ബൈനാൻ അസീറ റുമാദ, വെണ്ണീറായി ഞാൻ മാറുക അതിൻ്റെ ഇടയിലും, ഔ ബൈനാൻ അസ്മിറ, അല്ലെങ്കിൽ ഞാൻ എന്താ ക്ഷമിക്കും അതിൻ്റെ ഇടയിലും, അയിന മസീരി, എവിടെയാണ് എൻ്റെ മടക്കം സ്ഥലം ഞാൻ അറിയുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അഖ്തർത്തു, ഞാൻ തെരഞ്ഞെടുക്കും, അക്കൂന റമാദ, ഞാൻ വെണ്ണീറാവാൻ തെരഞ്ഞെടുക്കും. ഇതാണ് മഹാന്മാരെ മരണത്തെക്കുറിച്ചുള്ള പേടിക്കുന്ന പേടികൾ. മഹാൻ പറയുന്നു, അസ്തഗി യൂഖിബൻ റബ്ബി അസ്സ വജല്ല ബൈന യദൈഹി, എന്റെ റബ്ബ് എന്റെ റബ്ബിന്റെ മുന്നിൽ കൊണ്ടിട്ട് എന്നെ ഉള്ള അതാ ഞാൻ ആശിക്കുന്നത്. അദ്ദേഹം പറയുന്നു, റദീതു അൻക യാ മാലിക്, മാലിക്കെ നിന്നെ തൊട്ട് വിസ്തരിക്കും, തുമ്മാസീറു തുറാറും ബഅദ, അതിന്റെ ശേഷം ഞാൻ മണ്ണായിട്ട് മാറുന്നു. വക്കാന മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു യഖൂലു, പറയാണ്, അസ്തഗി ഞാൻ ആശിക്കുന്നു, ആ യൂഖിഫനി റബ്ബി അസ്സ വജല്ല ബൈന യദൈഹി, എന്റെ റബ്ബ് അവന്റെ മുന്നിൽ കൊണ്ട് എന്നെ നിർത്തണം. റബ്ബ് പറയുമ്പോൾ റദീതു അൻക യാ മാലിക്, മാലിക്ക് നിന്നെ തൊട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. ഇവിടെ തുമ്മ അസീർ തുറാമായതായിരിക്കും, അത് കഴിഞ്ഞാൽ ഞാൻ മണ്ണായി മാറും. ഇതാണ് മഹാൻ പറഞ്ഞിരുന്നത്. ഒക്കാന അലിബിൻ ബക്കർ റഹ്മഹുല്ലാഹു തആല അപ്പോൾ മഹാൻ പറയാം, മഗസ അത്താഉ സലമി റഹ്മഹുല്ലാഹു തആല അലാ ഫിറാസി മുസ്ലിമിൻ മിൻ ശിദ്ദത്തിൽ ഖൗഫി, പേടി കൊടുമയായി അതിനാൽ തളർന്നു കിടന്നു തന്റെ വിരിപ്പിന്റെ മേലിൽ. അത്താഉ സലമി തങ്ങൾ 40 സന 40 കൊല്ലം യുആദു അദ്ദേഹത്തെ ഒന്നിങ്ങനെ സന്ദർശിക്കുകയല്ല, അങ്ങനെ 40 വർഷം കഴിഞ്ഞു നടന്നു. അപ്പൊ ബലാദാലിക്ക, ഈ വിവരം എത്തി ബാദുൽ ഉബ്ബാദ്, ചില ആബികൾക്കിലെത്തി. അപ്പൊ കാല, അപ്പൊ ബാദുൽ ഉബ്ബാദ് പറഞ്ഞു, അയ്യുഷയും അല്ല 40 സന, എന്താ 40 കൊല്ലം, എന്താ വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലോ അബദ അല്ലാഹ, അള്ളാഹ്ക്ക് അദ്ദേഹം ഇബാദത്ത് ചെയ്തു, അദദ ഷെയർ റൈസി, അദ്ദേഹത്തിന്റെ തലയിലെ മുടിന് എണ്ണം കണ്ടു ചെയ്തു, ആലാമിന സിരീന, വർഷങ്ങൾ 1000കണക്കിന് ചെയ്തു. എന്നാൽ അക്കാല നാലിക ഖലീലി ജന്തി ചെയ്യത്തും വായുധത്തും അബിദ്, ഒരടിമ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്, ഒരൊറ്റ തെറ്റ്, ആ ഒരൊറ്റ തെറ്റിന്റെ ഭാഗം നോക്കുമ്പോൾ ഇത് വളരെ കുറവായിരിക്കും. അത്ര കുറച്ചാണ് എത്ര കാലം ചെയ്താലും നടത്തണം. ഫഖദ് കാനത്ത് ഫാത്തിമത്തു ബിന്തു അബ്ദുൽ മലിക് റഹ്മഹുല്ലാഹു തആല തഖൂലു, ഫാത്തിമ മാജി പറയാ, മാറായിത്തു, ഞാൻ കണ്ടിട്ടില്ല, അഖ്വഫ ലില്ലാഹി തആല, അള്ളാഹനെ ഏറ്റവും പേടിക്കുന്ന ഒരാളായിട്ട് ഞാൻ കണ്ടിട്ടില്ല, മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെക്കാൾ ഞാൻ കണ്ടിട്ടില്ല. കാന റഹ്മഹുല്ലാഹു തആല, മഹാനവറുകളായിരുന്നു, ഇദാ ജലസ മജ്ലിസ റജുലിൻ മിൻ ഇംറഅതിഹി, ഒരു ഭാര്യ ഭർത്താവ് ഭാര്യ നടത്തിയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ ഭർത്താവായ ഉമറിനോട് ഇരുന്നാൽ, ഇർത്താഅദ ഹൈബ, പേടിയാൽ വറക്കൽ കൊള്ളും, വന്തമുള്ള കൊടയും, തൊഴിൽ മധുമു, ഇറക്കപ്പെട്ട പറവ കോഴി ഒക്കെ പടയുന്നത് പോലെ പിടയും, അത്രത്തോളം വലിയ പേടിയായിരുന്നു എന്ന മഹാൻ. അങ്ങനെ സുമ്മലമ്മ വല്ലൽ ഖിലാഫത്ത, അധികാരം ഉപരി ഏറ്റെടുത്തപ്പോൾ, ജമാഇന വജമാ ജവാരിയ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി, ഞങ്ങളെ മാത്രമല്ല മൂപ്പര് അടിമസ്ഥയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടി. ഉടുവക്കാല, മഹാൻ പറഞ്ഞു, അത് ജാനി അമ്രു സാരിനി അൻകും, നിങ്ങളെ തൊട്ട് എന്നെ ജോലിയാക്കും വിധത്തിലുള്ള കാര്യം എനിക്ക് വന്നിട്ടുണ്ട്. ഒമാ തഫറു, എനിക്ക് ഒഴിവായി കിട്ടൂല, ലാക്കിൻ എങ്കിലും അന്ത്യദിനത്തിൽ വിചാരണ ഉണ്ട്, ആ വിചാരണ ഞാൻ ഒഴിഞ്ഞു മാറുന്നതുവരെ എനിക്ക് ജോലിയില്ല, എനിക്ക് നിങ്ങളെ കാണാൻ കഴിയൂലാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് താമസിക്കാൻ കഴിയുന്നവർക്ക് താമസിക്കാം, വലായുത്താലുവിന് ഒന്നിന്റെ തേടരുത്, അങ്ങനെ ചെയ്തോട്ടെ. ഫിറാഖ,
വിട്ടുപിരിഞ്ഞവർക്ക് അങ്ങനെ പോകാം, പള്ളിപ്പാരികൾ വിട്ടുപിരട്ടെ എന്നും പറഞ്ഞു. ഉമ്മ തറക്കൽ കുർബ മിൻ അയ്യാരിഹി, തന്റെ കുടുംബവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. അത്താ മാത്ത മരിക്കുന്നത് വരെ അങ്ങനെ ജീവിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങള്. വഖദ് കാന അതാഉ സലമി റഹ്മത്തുള്ളാഹി തആല, മഹാനവറുകൾ ആമത്ത ലൈലിഹി, അദ്ദേഹത്തിന്റെ രാത്രിയിലെ മുക്കാൽ ഭാഗത്തും യമസ്സു ജിൽദുഹു ബിയദിഹി, തന്റെ കൈകൊണ്ട് തന്റെ തൊലി ഇങ്ങനെ സ്പർശിച്ചു കൊണ്ടിരിക്കും. അതെന്താ? മഹാബത്തൻ അയ്യക്കൂന കഥ മുസ്ലിം, ആ തൊലി എന്താക്കപ്പെട്ടിട്ടുണ്ടാവും, കോലമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്നിങ്ങനെ പേടിച്ചിട്ട് തപ്പി നോക്കുന്നു. മുഖദാലിക്കാന സിദ്ദീഖ് ബിശ്റുൽ ഹാഫി റഹ്മഹുല്ലാഹു തആല, ഇതുപോലെയാണ് ഇവരൊക്കെ ജീവിച്ചിരുന്നത്. വക്കാന ഇസ്ഹാഖ് ബിൻ ഖലബ് റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയാം, ലൈസൽ ഖായിബുൽ ലദീ യബ്കി വയംസു അലൈഹി വഹുവ മുർതകിബുൽ മആസി, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു എന്നിട്ട് കണ്ണ് തടവുന്ന് കരയുന്നു, ഇവർ ഖായിഫല്ല. ഇന്നമൽ ഖായിബുൽ ലദീ തറക്കൽ ദുനൂബ ഖൗഫൻ മിൻ റബ്ബി, റബ്ബിനെ ഭയന്ന് പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചവരാവുന്നു ഖായിഫ്. വക്കാന സിദ്ദീഖ് റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലൈസൽ ഖായിഫു, പേടി എന്ന് പറഞ്ഞ ആൾ അല്ല, അല്ലതി ഒരുത്തനല്ല, തൗഖുദുഹു റിഖത്തുൻ, അയാളെ ഒരു അലിപിടി കൂടും. ഇന്ത തിലാവത്ത് ഖുർആനി മഫർ, ഉദാഹരണമായി പറയാം, ഖുർആൻ ഓതുമ്പോൾ ഒരു അലിവിങ്ങനെ പിടികൂടും. അങ്ങനെയുള്ളവനല്ല, പേടിയുള്ള ആളല്ല. ഇന്നമൽ ഖായിബ്, നിശ്ചയം പേടിക്കാരൻ, അല്ലതി ഒരുത്തനാണ്, തറക്ക ത്വാമവും ഷറാബവും, അവന്റെ കുടിമാനൊക്കെ ഉപേക്ഷിച്ചു. അപ്പൊ തല്ലക്കൻ നോമ, ഉറക്കുള്ളവൻ വിട പറഞ്ഞു. അത്താരിഫ അയന എന്തെങ്കി ഹാരിഹു, അദ്ദേഹത്തിന്റെ അവസ്ഥ ഏതുവരെ എത്തും എന്ന് അദ്ദേഹം അറിയണം. അതിനു വേണ്ടി ഇതൊക്കെ ഒഴിവാക്കിയത്. അപ്പൊ ഉറക്കമൊഴിച്ച് ഊണൊഴിച്ച് ആ ലക്ഷ്യം തേടി ഇറക്കുപോയത് വരൊക്കെയാണ്. ഒക്കാല അബൂ സുലൈമാൻ ദാറാനി റഹ്മത്തുള്ളാഹി തആല മഹാൻ പറയുന്നു, ലം യഖ്ദിർ അലി ഇബ്നു ഹുമൈർ റഹ്മത്തുള്ളാഹി തആല അലാ സമാഇ ഖിറാഅത്തി സൂറത്തുൽ ഖാരിയ, ഖാരിയ സൂറത്തിന്റെ ഓത്തുമുപ്പർ കേൾക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ സമാഇന്റെ മേലില് ആര് കഴിഞ്ഞിട്ടില്ല? അലി ഇബ്നു ഹുമൈറിന് കഴിഞ്ഞിട്ടില്ല. വഖദ് സമിഅ മറത്തന ഓഫല, ഒരു പ്രാവശ്യം അസദിയോട് കേട്ടു. ഇപ്പൊ മക്കത്ത് തലാത്തത്ത് അയ്യാമി ലയാലിയ, പരിപൂർണമായി 3 ദിവസം അങ്ങനെ താമസിച്ചു. ലം യഅ്ശൈഅൻ, ഒരു വസ്തു മനഃപ്പാടമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വകാന അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി തആല, ബഹുമാനപ്പെട്ടവര് ആയിരുന്നു, കസീറമ്മ അധികവും കസീർ വോയിച്ചാളായ അധികവും. അപ്പൊ ഈ സമയത്തു അധികവും ഒരു പാട്ട് പാടും. ഇൻഷിദു കൗലശാൻ, ഒരു പാട്ടുകാരൻ പാടിയ പാട്ടുണ്ട്, അതിങ്ങനെ പാടും അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ. അതെന്താന്നില്ല പിന്നെ പറയാൻ സാർ.